നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. നീറ്റ് നെറ്റ് പരീക്ഷയിൽ നടന്ന വലിയ അഴിമതികളുടെ കണക്കുകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്നാൽ ഇതിനെതിരെ തക്കതായ നടപടി കേന്ദ്ര സർക്കാർ എടുത്തിട്ടില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്നാൽ വിഷയത്തെ ആളിക്കത്തിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി നീറ്റ് പരീക്ഷാ ക്രമക്കേട് പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. ചെറുപ്പക്കാരുടെ പ്രശ്നമാണിതെന്നും വിഷയത്തിൽ ചർച്ച വേണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായില്ല. ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണിപ്പോൾ. രാജ്യസഭാ നടപടികൾ ഉച്ചവരെ നിർത്തിവെച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം നൽകിയെങ്കിലും സ്പീക്കർ അത് നിഷേധിക്കുകയായിരുന്നു ഉണ്ടായത്. തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ സഭ പ്രക്ഷുബ്ധമായി. NK പ്രേമചന്ദ്രൻ MP ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ലോക്സഭാ വെബ്സൈറ്റിൽ നിന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനുള്ള ഓപ്ഷൻ ഒഴിവാക്കിയതിന് പിന്നാലെ സ്പീക്കറുടെ ഓഫീസിൽ നേരിട്ടെത്തിയ അദ്ദേഹം നോട്ടീസ് നൽകുകയായിരുന്നു. വിദ്യാർത്ഥികളെ ബാധിച്ച വിഷയമാണെന്നും ചർച്ച വേണമെന്നുമാണ് രാഹുൽ ഗാന്ധി സഭയിൽ ആവശ്യപ്പെട്ടത്. വിദ്യാർത്ഥികളുടെ ആശങ്ക ഉന്നയിക്കുന്നതിൽ സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ചാണെന്ന സന്ദേശം പാർലമെന്റ് യുവാക്കൾക്ക് നൽകണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. യുവാക്കളുടെ പ്രശ്നമാണിതെന്നും വിഷയം മാന്യമായി ചർച്ച ചെയ്യണമെന്നും പ്രധാനമന്ത്രിയോട് രാഹുൽ ഗാന്ധി അഭ്യർത്ഥിക്കുകയും ചെയ്തു. സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് വിദ്യാർത്ഥികളെ കുറിച്ച് സംസാരിക്കുന്നു എന്ന സന്ദേശം പാർലമെന്റിൽ നിന്ന് പുറത്തു പോകണമെന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞു. വിഷയത്തിൽ ചർച്ച അനുവദിച്ചില്ലെങ്കിൽ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ തീരുമാനമുണ്ടായിരുന്നു.